നിലപാടുകൾ മനുഷ്യർക്ക് ഉണ്ടാവണം എന്ന് ചിന്തിക്കുന്ന, അതിൻ്റെ പേരിൽ വെറുക്കപ്പെടുകയാണെങ്കിൽ വെറുക്കപ്പെടട്ടെ എന്നേ പറയാൻ പറ്റുള്ളൂ. ആ രീതിയിൽ നിഖില എന്താണോ ആ നിഖില അങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. പെണ്ണി കേസിൻ്റെ തന്നെ സ്ക്രിപ്റ്റ് ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ നിന്ന് ഫൈനൽ ഡ്രാഫ്റ്റിലേക്ക് എത്തുമ്പോൾ ആ സ്ക്രിപ്റ്റിനൊപ്പം നമ്മൾ വളർന്നതിനൊപ്പം ആ സ്ക്രിപ്റ്റും വളർന്നിട്ടുണ്ട്. എല്ലാവരും നമ്മൾ പറയല്ലോ ഒരാളെ അവരാ ക്രൈം ചെയ്ത് തോന്നില്ല എന്ന് നമ്മളുടെയൊക്കെ ഒരു മുൻവിധി ഉണ്ടല്ലോ. അങ്ങനെ നമ്മളൊരാളെ കണ്ടിട്ട് അങ്ങനെ ആളുകൾ കരുതുന്ന ഒരാളായിരിക്കണം ഇതിൻ്റെ മെയിൻ ലീഡ് രോഹിണി എന്ന് പറയുന്ന ക്യാരക്ടർ നമുക്കുണ്ടായിരുന്നു. നമുക്കൊരു ആർട്ടിസ്റ്റിനോട് അല്ലാത്ത രീതിയിൽ ബിഹേവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരാളാണ് നിഖില. അവർ വളരെ നോർമലായിട്ട് അവരങ്ങനെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളുമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന്റെ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ ബേസ് തോട്ടിൽ നമ്മൾ ഇതൊരു കോമഡി ആയിട്ടല്ലായിരുന്നു ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആളുകൾ ഭയങ്കര സെൻസിബിളാണ്, നമുക്ക് അവരെ അങ്ങനെ ഇങ്ങനെയൊന്നും ചിരിപ്പിക്കാൻ ഇപ്പൊ പറ്റില്ല. ഈ സിനിമയിൽ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത ഒറ്റ കോമഡിയാണ് കേട്ടോ, ഞാൻ അങ്ങനെ പറയുന്നല്ല. എന്റെ അച്ഛനമ്മ കോൺഗ്രസ്സുകാരിയായിരുന്നു എന്ന് പറഞ്ഞ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതിപ്പോ രശ്മിയിൽ നിന്ന് ഉണ്ടായതാണോ? നമുക്ക് വന്ന അഡീഷണൽ റൈറ്റേഴ്സ് ചെയ്തിട്ടുള്ള ഇതാണ് അത്. ആ ഡയലോഗ് അത് ആക്ച്വലി ശ്രീനിവാസൻ സർ ഒരു പ്രസംഗത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു. സാറ് പറഞ്ഞൊരു ഡയലോഗാണ് അത്. ആക്ച്വലി ക്രൈമിൽ എനിക്ക് തോന്നുന്നു ജെൻഡർ ഇല്ല, ആണ് ചെയ്താലും പെണ്ണ് ചെയ്താലും ക്രൈം തന്നെയാണല്ലോ. പക്ഷെ സ്ത്രീകളൊരു ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വിസിബിലിറ്റി ഭയങ്കര കൂടുതലാണ്, ആളുകൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. നമ്മൾ കേരളത്തിലെ ഒരു യുവനേതാവ് ഇങ്ങനെ ചെയ്യാന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നത് നമുക്ക് വിഷമാണ്. കാരണം ഇത്രയും ഒരു യങ് ഏജിൽ ഇത്രയും നല്ലൊരു പൊസിഷനിലിരിക്കുന്ന, ഇങ്ങനെ ഒരു പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യന്റെ ഭാഗത്ത് നിന്ന് ഇത്രയും അധികം കണ്ടിന്യൂസ് ആയിട്ട് ക്രൈം വരിക എന്ന് പറയുമ്പോൾ ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. സിനിമ ആലോചിച്ചൂടെ? ഒരു കേസ് കഴിഞ്ഞല്ലോ, അടുത്തത് എന്തായാലും അതെ അതെ, ഇതിൽ കുറെ വെറൈറ്റീസ് ഉണ്ട്. അവര് വീട്ടിലെ വിശേഷങ്ങൾ പറഞ്ഞിരിക്കുകയും സീരിയൽ കാണുകയും സിനിമ കാണുകയൊക്കെ ചെയ്യുന്ന സാധാരണ മനുഷ്യരായുള്ള പോലീസ് സ്റ്റേഷനുകളിൽ തന്നെയാണ് നമ്മൾ വിസിറ്റ് ചെയ്തതൊക്കെ. സരിനാണ് എന്നെ ഇങ്ങനെ മോട്ടിവേറ്റ്, നീ ഈ പണികളല്ല ചെയ്യേണ്ടത്, നീ എഴുതാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് എന്നെ മാറ്റുന്നത് സരിനാണ്. പെണ്ണ് കേസ് സിനിമയുടെ റൈറ്റർ രശ്മിയാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. സിനിമയിൽ രശ്മിയുടെ ഒരു പുതിയ ചുവടുവയ്പ്പാണ്. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. രശ്മി, ഈ സിനിമയിലേക്ക് ആദ്യം തന്നെ ഈ റൈറ്റിംഗ് എന്നുള്ളതിലേക്ക് എത്താൻ എങ്ങനെയാണ് ആ ഒരു യാത്ര? റൈറ്റിംഗ് ഞാൻ മുൻപ് മീഡിയ വണ്ണിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അത് ഇറങ്ങിയ സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് അഭിജിത്ത് എന്ന് പറയുന്ന ആളുടെ സുഹൃത്താണ് ഫെബിൻ, ഈ സിനിമയുടെ സംവിധായകൻ. അപ്പോൾ ഫെബിനെ പരിചയപ്പെടുന്നു. ഫെബിൻ ആ സമയത്ത് സിനിമകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്കഷൻസ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കഥ വന്നപ്പോൾ നമുക്ക് ഒരുമിച്ച് എഴുതിയാലോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് അഭിജിത്ത് വഴിയാണ് ഫെബിനിലേക്ക് എത്തുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ട് സ്ക്രിപ്റ്റ് എഴുതുകയും അത് 2017 ആ കാലഘട്ടത്തിലാണ് എഴുതുന്നത്. പിന്നീട് കോവിഡ് വന്നു, ഒരുപാട് ഡിലേ ആയി, സിനിമ വളർന്നു, ഞങ്ങളും വളർന്നു. ആ രീതിയിൽ അത് ഇപ്പോഴാണ് ആ സിനിമ പുറത്തിറങ്ങിയത്. നേരത്തെ രശ്മിയെ ഞാൻ കണ്ടിട്ടുള്ള കൂടുതലും പ്രൊഡക്ഷൻ ഫീൽഡിലാണ് കൂടുതൽ കണ്ടിട്ടുള്ളതും, അങ്ങനെയാണ് ജോലി ചെയ്തിട്ടുള്ളത്, അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം എങ്ങനെയാണ് ഈ എഴുത്തിന്റെ ഒരു മേഖലയിലേക്ക് ഇതിങ്ങനെ എഴുതാം, അതും സിനിമയാണ് എഴുതാൻ പോകുന്നത്, ചെറിയൊരു കാര്യമല്ല. അപ്പൊ അതിലേക്കൊക്കെ എങ്ങനെ എത്തി? എഴുത്ത് ഞാൻ എഴുതുമായിരുന്നു. പിന്നെ നമുക്ക് ആ സ്കില്ല്, എനിക്ക് സ്ക്രീൻ റൈറ്റിംഗ് പറ്റും എന്നുള്ളത് നമ്മളെടുത്ത് പറയുന്നത് നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ്. അതും ഈ പറഞ്ഞ പോലെ എൻ്റെ കൂടെ മീഡിയ വണ്ണിൽ വർക്ക് ചെയ്ത എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ് നിനക്കിത് പറ്റും, അങ്ങനെ ഒരു ലാംഗ്വേജ് ഉണ്ട് എന്നുള്ളത് പറയുകയും. പിന്നെ ശരിക്കും പറഞ്ഞാൽ ചെയ്ത് തന്നെ പഠിച്ചൊരു പ്രോസസ്സാണ്. നമ്മൾ പഠിക്കുമ്പോൾ, ഇപ്പോൾ ജേർണലിസം പഠിക്കുമ്പോഴൊക്കെ നമ്മൾ ആ ഇത് പഠിക്കുന്നുണ്ടെങ്കിലും സ്ക്രീൻ റൈറ്റിംഗ് എഴുതി തന്നെയാണ് നമ്മൾ തെളിഞ്ഞത്. ഇപ്പം പെണ്ണി കേസിൻ്റെ തന്നെ സ്ക്രിപ്റ്റ് ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ നിന്ന് ഫൈനൽ ഡ്രാഫ്റ്റിലേക്ക് എത്തുമ്പോൾ ആ സ്ക്രിപ്റ്റിനൊപ്പം നമ്മൾ വളർന്നതിനൊപ്പം ആ സ്ക്രിപ്റ്റും വളർന്നിട്ടുണ്ട്. അങ്ങനെ എഴുതിയിട്ട് തന്നെയാണ് അത് തെളിഞ്ഞത്. ഇപ്പം ഇടക്കാലത്ത് സീരിയലിലൊക്കെ അസിസ്റ്റ് ചെയ്യോ, അങ്ങനെ എന്തൊക്കെയാണ്? ഇല്ല, ഞാൻ സൂര്യ ടി വിയിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഞാൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിരുന്നു ഫിക്ഷനിൽ. അപ്പം നമുക്ക് വരുന്ന പ്രൊജക്ട്സ് സീരിയലായിരുന്നു. അതാണ് സീരിയലുമായിട്ടുള്ള ബന്ധം. നമുക്ക് അവിടെ അങ്ങനെ പരിപാടികളൊന്നുമില്ല. പക്ഷെ ചാനലിന്റെ ഭാഗത്ത് അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ടീം അങ്ങനെയായിരുന്നു. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിരുന്നു ഞാൻ അവിടെ. ഓക്കെ. ഈ കഥ എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞു വന്നത്? ഇങ്ങനെ ഒരു കഥ ചെയ്യാം, ഈ പറഞ്ഞ പോലെ ജേർണലിസ്റ്റ് ആയതുകൊണ്ട് വാർത്തകൾ കാണുന്നുണ്ടാവും, അപ്പൊ സ്വാഭാവികമായിട്ട് വാർത്തകളിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉണ്ടാവും. എങ്കിൽ പോലും അതൊരു സിനിമയിലേക്ക് വരുമ്പോൾ നമ്മൾ കുറേ മാറ്റങ്ങൾ, സിനിമാറ്റിക് ആകണം കാര്യങ്ങൾ, ന്യൂസ് ആവരുത്, ഡോക്യു ഫിക്ഷൻ ആവരുത്, അങ്ങനെ കുറേ തോട്ടുകൾ ഉള്ളിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ എങ്ങനെയാണ് അതിലേക്ക്? അത് ഞാൻ ഈ പറഞ്ഞ പോലെ 2017 ഫെബിനാണ് ഇതിന്റെ ഒരു സ്റ്റോറി പിക്ക് ചെയ്യുന്നത്. ഒരു സ്ത്രീ വിവാഹം കഴിച്ച് അവര് ചങ്ങനാശ്ശേരി, എനിക്ക് സ്ഥലം കൃത്യമായിട്ട് ഓർമ്മയില്ല, അവരവിടുന്ന് വിവാഹപ്പന്തലിൽ നിന്ന് നാട്ടുകാർ ഓടിച്ച് അവരിറങ്ങി ഓടി, ആ സാരിയോട് കൂടി ഓടി അവരെ നാട്ടുകാർ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചാണ്. ആ ഒരു വിവാഹ തട്ടിപ്പ് നടത്തുന്ന ഒരു സ്ത്രീയായിരുന്നു. ആ ഒരു കഥ, ആ ഒരു ന്യൂസ് ലൈൻ കണ്ടപ്പോൾ നമുക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. അങ്ങനെ ഒരു സ്ത്രീനെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ദിവസം തൊട്ട് എന്തായിരിക്കും അവരുടെ ലൈഫിൽ സംഭവിക്കുക എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് പിന്നീട് നമ്മൾ പെണ്ണേസിൻ്റെ സ്ക്രിപ്റ്റ് ആ രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്തത്.
അവരെ പോയി കാണാനോ ശ്രമിക്കാനോ ഇല്ല. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് കേരളത്തിൽ ഒരുപാട്, കേരളത്തിലല്ല പല വാർത്തകൾ നമ്മൾ കണ്ടു. അതെല്ലാം ഈ വിവാഹ തട്ടിപ്പ് ഇതേപോലെ സിമിലർ കേസുകൾ. പൈസ ഉള്ള ആളുകളെ തട്ടിക്കുക, നല്ല പ്രൊഫൈലിലാണ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ജോലി പറഞ്ഞ് ഫേക്ക് ചെയ്തിട്ട് അങ്ങനെ തട്ടിക്കുക, അങ്ങനെ കുറെ ന്യൂസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് കണ്ടിന്യൂസ് ആയിട്ട്. അപ്പൊ ആ സമയത്തൊന്നും ഇങ്ങനെയുള്ള ആളുകളുമായിട്ടൊന്നും നേരിട്ടൊന്നും ഇല്ല, അങ്ങനെയൊന്നും നടത്തിയിട്ടില്ല. നമ്മൾ ന്യൂസുകളെല്ലാം, നമ്മളിങ്ങനെ കിട്ടുന്ന ന്യൂസുകളെല്ലാം വായിക്കുമായിരുന്നു. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ബ്രെയിൻ സ്റ്റോമിങ്ങിന് വേണ്ടിയിട്ട് നമ്മളെല്ലാം കളക്ട് ചെയ്യായിരുന്നു. പിന്നെ നമ്മളത് ഫിക്ഷണലൈസ് ചെയ്യുകയാണ് ചെയ്തത്, നമ്മളുടേതായിട്ടുള്ള വേയിൽ നമ്മൾ എഴുതാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരാളെ സംബന്ധിച്ച് ഇപ്പൊ ഒരു പ്രൊഡക്ഷൻ വർക്ക് അല്ലെ സംവിധാനം, എഴുത്ത് എന്നൊക്കെ പറയുന്നത് നമ്മളെ ഒരു ബിഗ് സ്ക്രീനിൽ ഇങ്ങനെ എഴുതി കാണിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഗൂസ് ബംസ് ഉണ്ടല്ലോ, അത് ഭയങ്കരമാണല്ലോ. അതിനെ എങ്ങനെയാ ആസ്വദിച്ചത്? അത് ഈ ജേണി ഭയങ്കര ടഫ് ജേണി ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ, ഒട്ടും എളുപ്പമായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത്രയും കഷ്ടപ്പെട്ട് ആ ഒരു സ്ക്രീനിലേക്ക് നമ്മളെ പേരെഴുതി വരുമ്പോൾ അത് ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. ഞാൻ കുറച്ച് ഇമോഷണൽ ആയിരുന്നു. സിനിമ ശരിക്കും ആ സമയത്ത് ആസ്വദിക്കാൻ പറ്റുമെന്ന് ചോദിച്ചല്ല, ഞാൻ വേറൊരു ലോകത്തായിരുന്നു. പക്ഷെ അത് ഭയങ്കര ഓരോ സീനും കാണുമ്പോൾ നമുക്ക് ഫ്ലാഷ് ബാക്ക് നമ്മൾ എഴുത്തു തൊട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പോകുന്നുണ്ട്. സിനിമയിലേക്ക് ഇറങ്ങി കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇനി വേണം അങ്ങനെ ഒന്ന് കണ്ടു നോക്കാൻ. പക്ഷെ അത് ഭയങ്കര പ്രൗഡ് ആയിട്ടുള്ള ഒരു moment. എനിക്ക് ഈ സിനിമ കണ്ടപ്പോഴേ കുറെ ആളുകളെ അതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. ഒത്തിരി ആളുകളെ, ഒരുപാട് ക്യാരക്ടേഴ്സിനെ, നമ്മൾ അറിയപ്പെടുന്ന കുറെ ആളുകൾ അതിനകത്ത് വരുന്നു. ഒരു തുടക്കക്കാരി എന്ന നിലയിൽ ചിലപ്പോൾ അത് പോസിബിൾ ആവാൻ തന്നെ നല്ല ടഫ് ജേണിയാണ്. കാരണം ഇത്രയും ആളുകളെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അതൊക്കെ എങ്ങനെയായിരുന്നു ഇത്രയും ആളുകളിലേക്കൊക്കെ എത്താൻ പറ്റിയത്? നമുക്ക് നല്ലൊരു പ്രൊഡക്ഷൻ വന്നു എന്നുള്ളതാണ്. നമ്മളെ പ്രൊഡ്യൂസർ C4 എന്റർടൈൻമെന്റ് ആണ്. അതിനുശേഷം 2 കോ പ്രൊഡ്യൂസേഴ്സ് കൂടെ ജോയിൻ ചെയ്തു. അപ്പോൾ അത്രയും നല്ലൊരു ടീമിന്റെ കൂടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അവർ ഏറ്റവും നല്ലൊരു പ്രൊഡക്ഷൻ തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്തരം കാര്യങ്ങളൊന്നും വലിയ ടഫായിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഏറ്റവും നല്ല ആളുകളെ തന്നെ പിക്ക് ചെയ്യാനും നമ്മൾ കൊടുത്ത ഓപ്ഷൻസ് നിന്ന് ഏറ്റവും നല്ല ആളുകളെ തന്നെ അവർ നമുക്ക് തരുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ജേണിയിൽ നമ്മൾ ഒരുപാട് അതിനുവേണ്ടി സ്ട്രെയിൻ ചെയ്യേണ്ടി വന്നിട്ടില്ല. ആക്ച്വലി അത് ആ പ്രൊഡക്ഷൻ നമുക്ക് അത്രയും നന്നായി സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ്. സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു സിനിമ എടുക്കുമ്പോൾ ഒരു നായകനും നായികയും നമ്മുടെ മനസ്സിൽ വരുമ്പോൾ കുറെ മുഖങ്ങൾ വരുമല്ലോ. എങ്ങനെയാണ് ഇവര് രണ്ടുപേരിലേക്കും എത്തിയത്? ഹക്കീമിലേക്കും അല്ലെങ്കിൽ ഈ പറയുന്ന നിഖിലയിലേക്കും ഒക്കെ എങ്ങനെയാണ് എത്തിയത്? നമ്മൾ ആദ്യത്തെ തോട്ട് എന്ന് പറയുന്നത്, എല്ലാവരും നമ്മൾ പറയല്ലോ ഒരാളെ കണ്ട് അവരാ ക്രൈം ചെയ്ത് തോന്നില്ല എന്ന് നമ്മളുടെയൊക്കെ ഒരു മുൻവിധി ഉണ്ടല്ലോ. അങ്ങനെ നമ്മളൊരാളെ കണ്ടിട്ട് അങ്ങനെ ആളുകൾ കരുതുന്ന ഒരാളായിരിക്കണം ഇതിന്റെ മെയിൻ ലീഡ് രോഹിണി എന്ന് പറയുന്ന ക്യാരക്ടർ നമുക്ക് ഉണ്ടായിരുന്നു. അതായത് ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഇവർ വിവാഹ തട്ടിപ്പ് ചെയ്യില്ല എന്ന് ആളുകൾ കരുതണം. നമ്മൾ അങ്ങനെയാണല്ലോ, നമുക്ക് മുൻവിധി ഉണ്ടല്ലോ. അങ്ങനെയാണ് നമ്മൾ പല ഓപ്ഷൻസ് ചിന്തിച്ചു. അങ്ങനെ നമ്മൾ നിഖിലയുടെ അടുത്ത് പോയി കഥ പറഞ്ഞ് നിഖില ഓക്കെ ആയി. അങ്ങനെയാണ് നിഖില നമ്മളിലേക്ക് എത്തുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ മനോജ് ആര് എന്നുള്ള ചോദ്യത്തിൽ പിന്നെ നമുക്ക് ഹക്കിമിനെയാണ് നമുക്ക് കിട്ടിയത്. അങ്ങനെ ഹക്കിമും അതിലേക്ക് എത്തി. പിന്നെ ബാക്കിയുള്ള ഭർത്താക്കന്മാരും ഒക്കെ നമ്മൾ അതേപോലെ ചൂസ് ചെയ്തു. അതായത് ഓരോ നാട്ടിൽ നിന്ന് ഓരോരുത്തർ കല്യാണം കഴിച്ച് പറ്റിക്കുന്ന രീതിയിൽ ആ നാട്ടിലെ ആളുകളെ തന്നെ നമ്മൾ ഓപ്റ്റ് ചെയ്തു. കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള ഫേസുകൾ തന്നെ നമുക്ക് കിട്ടി. അങ്ങനെയാണ് എല്ലാ കാസ്റ്റിംഗും നടന്നിട്ടുള്ളത്. ഈ നിഖിലയെ കൊണ്ടുവരുമ്പോൾ നിഖിലയുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന, നിഖിലയ്ക്ക് ഭയങ്കര ഹേറ്റേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടവുമാണ്. രണ്ടു തരം, അതായത് നിലപാടുകൾ പറയുന്ന ഒരു സ്ത്രീ ആയിട്ടാണ് പലപ്പോഴും നിഖിലയെ ഒരു വിഭാഗം കാണുന്നത്. മറ്റു ആളുകൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരാളെന്ന നിലയിലും കാണുന്നുണ്ട്. അപ്പൊ കൂടുതലും ആളുകൾക്ക് ഇത് നിഖിലയാണ്, എന്നാൽ ഇത് അങ്ങനെയാണ്, അങ്ങനെ തോന്നൽ ഈ സിനിമ എടുക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും വർക്ക്ഔട്ട് ആകുമെന്ന് തോന്നിയോ? എങ്ങനെയാണ്? ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പം ഞാനാണെങ്കിലും ഫെബിനാണെങ്കിലും അത് അത്ര ചിന്തിക്കുന്ന ആളുകളല്ല. നിലപാടുകൾ മനുഷ്യർക്ക് ഉണ്ടാവണം എന്ന് ചിന്തിക്കുന്ന, അതിന്റെ പേരിൽ വെറുക്കപ്പെടുകയാണെങ്കിൽ വെറുക്കപ്പെടട്ടെ എന്നേ പറയാൻ പറ്റുള്ളൂ. ആ രീതിയിൽ നിഖില എന്താണോ ആ നിഖില അങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അവരോട് റെസ്പെക്ട് മാത്രമേ ഉള്ളൂ. അതെനിക്ക് തോന്നുന്നത് സിനിമേനെ ബാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ ഉണ്ടെങ്കിൽ പോലും അതിൽ നമുക്കൊന്നും പറയാനില്ല. കാരണം അഭിപ്രായമുള്ള സ്ത്രീകളെ സൊസൈറ്റിക്ക് ഇഷ്ടമില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും അങ്ങനെ ഒരു മാർക്കറ്റിംഗ് സാധനമൊക്കെ മൈൻഡിൽ വന്നിരുന്നോ? ഇല്ല, ഞങ്ങൾ ഒരു സാധ്യത നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. നിഖിലയ്ക്ക് ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ അതിൽ വറീഡ് ആയിരുന്നില്ല. അങ്ങനെയാണ് നിഖില നമ്മളെ കൂടെ അങ്ങനെ അത്രയും സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുണ്ട്. എനിക്ക് നിഖില വളരെ ഇഷ്ടമുള്ളൊരു ആളാണ്. നിഖിലയോട് എങ്ങനെയായിരുന്നു? നിഖിലയോട് കഥയൊക്കെ പറഞ്ഞ ഇതിലേക്ക് നിഖില എൻട്രി ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നുന്നു എങ്ങനെയാണ് നിഖില സെറ്റിലൊക്കെ ആക്ച്വലി മീറ്റ് ചെയ്ത, ഞങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി മീറ്റ് ചെയ്ത ആളുകളിൽ നമുക്കൊരു ആർട്ടിസ്റ്റിനോട് അല്ലാത്ത രീതിയിൽ ബിഹേവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരാളാണ് നിഖില. അവർ വളരെ നോർമലായിട്ട് അവരങ്ങനെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളുമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് നമ്മൾ ആർട്ടിസ്റ്റിന്റെ പ്രിവിലേജുകളൊന്നും യൂസ് ചെയ്യാതെ വളരെ സിമ്പിളായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. നല്ല രാഷ്ട്രീയമുള്ള ഒരു സ്ത്രീയാണ്.
അവർ വളരെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് ലൊക്കേഷനിലാണെങ്കിലും ശരി, അവരെല്ലായിടത്തും ഫ്രണ്ട്ലിയാണ്, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ പറയും. വളരെ ഫണ്ണായിട്ടുള്ള നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നിഗ്ലയുടെ കൂടെയുള്ള എക്സ്പീരിയൻസ്. എല്ലാ ആർട്ടിസ്റ്റുകളും നമുക്കങ്ങനെ ഭയങ്കര ഒരു എന്താ പറയുക, ഞാൻ മുൻവിധിയോടുകൂടി കണ്ടിരുന്ന ഒരു സിനിമ ലൊക്കേഷൻ ഒന്നും ആയിരുന്നില്ല. ഭയങ്കര കൂളായിട്ടുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സൈലന്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ തന്നെയായിരുന്നു നമ്മളുടേത്. ഈ സംഭവം എഴുതുകയാണെങ്കിൽ പോലും കുറേയും കൂടി രശ്മിയിൽ ഒരു സംവിധായിക ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. മുൻകാലങ്ങളിൽ നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്ത കുറെ കാര്യങ്ങൾ കണ്ടതുകൊണ്ട് ഞാൻ പറയണം. അപ്പോൾ അങ്ങനെ ഒരു തോട്ട്, സംവിധാനം എന്നുള്ളൊരു തോട്ടിലേക്കൊക്കെ ചിന്തിക്കണോ, അത് അങ്ങനെ ചിന്തയൊക്കെ ഉണ്ടായിരുന്നോ, അല്ല ഇതിന്റെ കൂടെ അങ്ങനെ ഒരു കോവർക്കിംഗ് ഒക്കെ നടന്നിട്ടുണ്ടോ? ഇല്ല, ഇത് ഫെബിന്റെ തന്നെ ഡയറക്ടോറിയൽ പരിപാടികളാണ്. പക്ഷെ സ്ക്രിപ്റ്റ് ഞാൻ എന്താ നമ്മള് ടെലിവിഷൻ പ്രൊഡക്ഷൻ മൂവി പ്രൊഡക്ഷനിലേക്ക് ഒരുപാട് ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ശരിക്കും എനിക്ക് അത്രയൊന്നും ജോലി ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളൊന്നുമല്ല. റൈറ്റിംഗ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്. നമുക്ക് കുറച്ച് പണികൾ ഉണ്ടെങ്കിലും നമ്മളത് ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റേജിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ സിനിമയിൽ ഏറ്റവും ചെയ്യാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള എനിക്ക് തോന്നിയിട്ടുള്ള ജോലി റൈറ്റിംഗ് ആണ്. അതുകൊണ്ട് ഞാൻ റൈറ്റിംഗിൽ തന്നെ നിൽക്കുള്ളൂ. ഒരു സംവിധാനം ചെയ്തിട്ട് അത്രയും പേരെ മാനേജ് ചെയ്യാനുള്ള കഴിവൊന്നും എനിക്ക് തോന്നുന്നില്ല പറ്റുന്നു. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ഒരു ശരിയാണ്, ടെലിവിഷൻ പ്രൊഡക്ഷൻ കുറച്ചും കൂടി ചെറുതാണ്, പക്ഷെ സമയം വളരെ നമുക്ക് കുറവാണ്. ഈ ഒരു സിനിമ എടുക്കുന്ന അത്രയും പെയിൻ ഒരു പക്ഷെ ടെലിവിഷൻ പ്രൊഡക്ഷൻ നമുക്കില്ല. നമ്മൾ കുറെ കൂടി വളരെ വേഗത്തിൽ അതിനെ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് തീർക്കാൻ കഴിയും. പക്ഷെ സിനിമ ഒരു ലോങ് ടൈം അതിനൊരു വലിയ ക്ഷമയുണ്ടാവും. അത്രയും ക്ഷമ എനിക്കില്ല. റൈറ്റിംഗ് അങ്ങനെയല്ലല്ലോ. സ്ക്രീനിൽ കാണുമ്പോ ഇപ്പം ടെലിവിഷനിലാണ് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവും. സിനിമ കാണുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ കുറെ സമയം പെയിൻ തന്നെ അനുഭവിച്ചെന്നെ പോകണം. അപ്പൊ എങ്ങനെയായിരുന്നു ഈ ഒരു കാലഘട്ടത്തില് ഇതിപ്പോ ഒരു വലിയ ഇപ്പൊ പറഞ്ഞ പോലെ കോവിഡ് കഴിഞ്ഞിട്ട് ഇത്രയും നാളെടുത്തു ഒരു സിനിമ വരാൻ. അപ്പൊ എങ്ങനെയാണ് അത് ടെൻഷനായി, എന്തായിരുന്നു ഒരു മാനസികാവസ്ഥ ആ ടൈം? നമ്മൾ എന്താ പറയാ, ഇതിപ്പം സിനിമ സംഭവിക്കോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. നമുക്കിത് വിടാനും പറ്റുന്നില്ല. നമ്മളെ കൂടെ പെണ്ണേഴ്സ് ഞങ്ങളെ കൂടെ കുറെ കാലമായിട്ട്, എൻ്റെ ഫെബിൻ്റെ ഒക്കെ ലൈഫിൽ കുറെ കാലമായിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇടയ്ക്ക് ഒന്നും നടക്കാത്ത നമുക്കിത് വിട്ടാലോ, അടുത്ത പരിപാടി നോക്കിയാലോ, പിന്നെ നമുക്ക് എന്തെങ്കിലും കറങ്ങി തിരിഞ്ഞ് ഇതിലേക്ക് തന്നെ എത്തും. അപ്പൊ അത് സംഭവിക്കാനുള്ളതായതുകൊണ്ട് സംഭവിച്ചു. പിന്നെ എനിക്ക് പേഴ്സണലി ഈ ജേർണി എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മള് പേപ്പറിൽ എഴുതിയൊരു ക്യാരക്ടർ അതിങ്ങനെ ജീവൻ വെച്ചിട്ട് സ്ക്രീനിൽ വരികയാണ്. ഇപ്പൊ നമ്മളൊരു പാട്ട് എഴുതുമ്പോൾ അതിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന സീനുകൾ സിനിമ ആയിട്ട് വരികയാണ്. അത് ഭയങ്കര രസമുള്ളൊരു ജേർണി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ നമ്മൾ എവിടെയോ ഇരുന്ന് നമ്മൾ ചിന്തിച്ച രോഹിണി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ജീവൻ വെച്ച് സ്ക്രീനിൽ ഇത്രയും മനുഷ്യർ കാണുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് തോന്നുന്നു. ആ ജേണി ഭയങ്കര രസമുള്ളൊരു ജേണിയാണ്. പെയിൻഫുൾ ആണെങ്കിൽ പോലും ഭയങ്കര രസമുള്ളൊരു ജേണിയാണ് സിനിമ ജേണി. ഈ സിനിമ കണ്ടപ്പോഴും ഞാൻ കുറെ ആളുകളോട് ചോദിക്കുമ്പോൾ ഉള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത് കുറച്ചും കൂടിയൊക്കെ ഫൺ എലമെന്റ്സ് കുറേയും കൂടി കൊടുക്കാമായിരുന്നു. കാരണം എല്ലാവരും നല്ല ടാലന്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് അതിൽ വന്നു പോയിരിക്കുന്നത്. വളരെ കുറച്ച് സീനുകളിൽ എല്ലാവരെയും ഉൾപ്പെടുത്തുമ്പോഴും കുറേയും കൂടി അത് ഫണ്ണി വേറെ തരത്തിലാക്കാമായിരുന്നു എന്നുള്ളൊരു ടോക്ക് കേട്ടിരുന്നു. രശ്മി അങ്ങനെ കേട്ടിരുന്നു. സിനിമന്റെ പല അഭിപ്രായങ്ങളിൽ കേട്ടിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ആദ്യത്തെ കാര്യം നമ്മൾ ഇതിന്റെ ബേസ് തോട്ടിൽ നമ്മൾ ഇതൊരു കോമഡി ആയിട്ടല്ലായിരുന്നു ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇത്ര കോമഡികൾ അതിലുണ്ടായിരുന്നില്ല. അത് പിന്നീട് വന്നതാണ്. അപ്പോൾ ബേസിക്കലി എനിക്കങ്ങനെ ആ സിനിമ ഒരു എന്താ പറയാ കോമഡി ആയിട്ട് കാണണമെന്ന് വെച്ചാൽ എന്റെ തോട്ടിൽ അതൊരു കോമഡി സിനിമ ആയിരുന്നില്ല. പിന്നീട് വന്നതാണ് അത്. പിന്നീട് ഈ കാലഘട്ടത്തിലേക്ക് പ്രൊഡക്ഷൻ ഒക്കെ ഇന്നായതിനു ശേഷമാണ് നമ്മൾ ശരിക്കും അത് കോമഡിയിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ കുറച്ചൊരു സീരിയസ് ആയിട്ട് തന്നെയാണ് ആ സിനിമനെ കണ്ടിട്ടുണ്ടായിരുന്നത്. അതായത് സീരിയസ് എന്നല്ല, ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ചെറിയൊരു സിനിമ. അതിൽ കോമഡി ഉണ്ടോ എന്ന് വെച്ചാൽ സിറ്റുവേഷണൽ ആയിട്ടുള്ള സംഭവിക്കുന്ന കാര്യങ്ങൾ മാത്രം. വെർബൽ ആയിട്ടുള്ള കോമഡികൾ എനിക്കത്ര പേഴ്സണലി ഞാൻ അങ്ങനെ എൻജോയ് ചെയ്യുന്ന ഒരാളല്ല. എല്ലാ കോമഡികളും എനിക്ക് വർക്ക് ആവാറില്ല. ഇല്ല, കോമഡികളിലും മറ്റേ രാഷ്ട്രീയം എന്നല്ല, എനിക്ക് കുറച്ചുകൂടെ സിറ്റുവേഷനിലായിട്ട് ഞാൻ ആസ്വദിക്കുന്നത്. ചളിയൊന്നും ആസ്വദിക്കാറില്ല കുറച്ച്. പിന്നെ നമ്മള് ഒരേ എക്സ്പോസ്ഡ് ആണല്ലോ. നമ്മളിപ്പം കോമഡികൾ പണ്ട് കാലം തൊട്ടേ നമ്മുടെ സിനിമകളിൽ. അപ്പൊ നമുക്ക് ഇന്നത്തെ കാലത്ത് ആളുകളെ ചിരിപ്പിക്കാൻ അത്ര എളുപ്പമായിട്ട് എനിക്ക് തോന്നാറില്ല. ഭയങ്കര സെൻസിബിൾ ആണ് പ്രേക്ഷകർ. സിറ്റുവേഷനിലുള്ള കോമഡി പറയാന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ടഫസ്റ്റ്. മുമ്പ് അങ്ങനെ ആയിരുന്നില്ലല്ലോ. ഇപ്പം അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ പോലും അറിയാത്തത് കയറി പോകുന്ന രീതിയിലാണ്. പക്ഷെ നമ്മൾ ഓർത്തിരിക്കുന്നത് എപ്പോഴും പഴയ കോമഡി. പിന്നെ ആളുകൾ ഭയങ്കര സെൻസിബിളാ. നമുക്ക് അവരെ അങ്ങനെ ഇങ്ങനെയൊന്നും ചിരിപ്പിക്കാൻ ഇപ്പൊ പറ്റില്ല. ഈ സിനിമയിൽ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത ഒറ്റ കോമഡിയാണ് കേട്ടോ. ഞാൻ അങ്ങനെ പറയുന്നല്ല.
എന്റെ അച്ഛനമ്മ കോൺഗ്രസ്സുകാരിയായിരുന്നു എന്ന് പറഞ്ഞ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതിപ്പോ രശ്മിയിൽ നിന്ന് ഉണ്ടായതാണോ? നമുക്ക് വന്ന അഡീഷണൽ റൈറ്റേഴ്സ് ചെയ്തിട്ടുള്ള ഇതാണ് അത്. ആ ഡയലോഗ് അത് ആക്ച്വലി ശ്രീനിവാസൻ സർ ഒരു പ്രസംഗത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു. സാറ് പറഞ്ഞൊരു ഡയലോഗാണ് അത്. ആക്ച്വലി സാറിന്റെ ലൈഫിനെ പറ്റിയിട്ടൊരു സാർ അത് ഭയങ്കര ഫണ്ണായിട്ട് ശ്രീനിവാസൻ സാർ പറഞ്ഞൊരു കോമഡിയാണ് അത്. അമ്മ കോൺഗ്രസ് ആയിരുന്നു, അച്ഛൻ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറയുന്നത്. അല്ലാതെ സ്ത്രീധനത്തിന്റെ ഇത് വാങ്ങുന്ന അത് വിശ്വാസത്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞിരുന്നത് എന്നാണ് എന്റെ ഓർമ്മ. അങ്ങനെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു, അതിൽ ഇൻസ്പയർഡ് ആയിട്ട് ആ ഡയലോഗ് വന്നതാണ്. അത് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിരുന്നു. നിഖില വിമലിനെ ഇതിനകത്ത് ചൂസ് ചെയ്യുമ്പോൾ ഒന്ന് അവർ ഭയങ്കര ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയം പറയുന്ന ഒരാളാണ്, വളരെ കൃത്യമായി രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന ഒരാള്. ഏതെങ്കിലും തരത്തിൽ അതിനെ എന്താ പറയാ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ അതിന് മുമ്പ് നിങ്ങൾക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇത് സിനിമ ഇന്നതാണെന്ന് പറയുമ്പോൾ ആ തരത്തിൽ എന്തെങ്കിലും മോശം അനുഭവമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായില്ല? ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും അത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സമീപകാലത്ത് കുറെ ഇതിപ്പം ഒരു ഫീമെയിൽ വേർഷനാണ്. നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് കടന്നാൽ രാഷ്ട്രീയത്തിൽ ഇപ്പൊ സമീപകാലത്ത് നടക്കുന്ന കുറെ ഈ പറഞ്ഞ പോലെ ഒരു വിവാഹ വാഗ്ദാനം നൽകി ചീറ്റ് ചെയ്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു MLA കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. ഇത് രണ്ടും കൂടെ ഞാൻ സിങ്ക് ചെയ്ത് ചോദിക്കാം. അപ്പൊ ഇത് സ്ത്രീകൾ ചെയ്യുന്നതാണല്ലോ കുറേയും കൂടി അല്ലെ? അങ്ങനെയാണ് തോന്നിയിട്ടുണ്ട്. ഉറപ്പായിട്ടും സ്ത്രീകൾ എന്ത് ക്രൈം ചെയ്താലും അതിന് ഭയങ്കര റീച്ചാണ്. അതായത് ക്രൈമിൽ എനിക്ക് തോന്നുന്നു ജെൻഡർ ഇല്ല. ആണ് ചെയ്താലും പെണ്ണ് ചെയ്താലും ക്രൈം തന്നെയാണല്ലോ. പക്ഷെ സ്ത്രീകൾ ഒരു ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വിസിബിലിറ്റി ഭയങ്കര കൂടുതലാണ്. ആളുകൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. കണ്ടില്ലേ, പെണ്ണുങ്ങൾ അങ്ങനെ ചെയ്തു, പെണ്ണുങ്ങൾ ഇങ്ങനെ ചെയ്തു കമന്റ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ഞാനിപ്പോ റീസെന്റ് ആയിട്ട് ഒരു ഇന്റർവ്യൂവിൽ ഞാൻ ആ എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇപ്പൊ ഈ എറണാകുളത്ത് ഒരു ലേഡീനെ കൈക്കൂലി വാങ്ങിച്ചിട്ട് വിജിലൻസ് പിടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് കൈക്കൂലി കേസുകൾ കാണാറുണ്ട്. പക്ഷെ അതിനൊന്നും കിട്ടാത്തൊരു മീഡിയ അറ്റൻഷൻ ആ ലേഡീനെ പിടിച്ച ദിവസം ഉണ്ടായിരുന്നു. എല്ലാ ഓൺലൈനുകളും എല്ലാ വാർത്തകളും അതിലുള്ള കമന്റ്സ് ആണെങ്കിലും. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നു ഈ നാട്ടിൽ ആദ്യമായിട്ടൊരു കൈക്കൂലി കേസ് പിടിച്ച പോലെയാണ് ആ സ്ത്രീനെ പിടിച്ചപ്പോണ്ടായിരുന്നത്. അത് ആ സ്ത്രീ ആയതുകൊണ്ടുള്ള ആളുകളുടെ കൗതുകമാണ്. അപ്പൊ നമ്മളെ സൊസൈറ്റിക്ക് ഒരു ധാരണയുണ്ട്, സ്ത്രീകൾ ക്രൈം ചെയ്യാൻ പാടില്ല, അവർക്ക് ഇന്ന റോൾസ് ആണ് അവർക്ക് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് അവർ ചെയ്താൽ അല്ലെങ്കിൽ അഭിപ്രായം പറഞ്ഞാൽ അതൊക്കെ പ്രശ്നമാണ് ആളുകൾക്ക്. അഭിപ്രായം പറയുന്ന പോലെ തന്നെയാണ് ക്രൈം ചെയ്താലുള്ള വിസിബിലിറ്റി എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നമ്മൾ ശ്രദ്ധിക്കുന്ന ആളും കൂടിയാണല്ലോ. ഈ ഒരു MLA യുടെ ഒക്കെ ഒരു കേസിൽ എന്താണ് രശ്മിയുടെ ഒരു അഭിപ്രായം? വളരെ മോശം. ഞാൻ എന്താ പറയാ, നമ്മളെ നാണിപ്പിക്കുന്ന വിധത്തിലുള്ള കേസ്. നമ്മൾ കേരളത്തിലെ ഒരു യുവനേതാവ് ഇങ്ങനെ ചെയ്യാന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നത് നമുക്ക് വിഷമാണ്. കാരണം ഇത്രയും ഒരു യങ് ഏജിൽ ഇത്രയും നല്ലൊരു പൊസിഷനിലിരിക്കുന്ന, ഇങ്ങനെ ഒരു പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യന്റെ ഭാഗത്ത് നിന്ന് ഇത്രയും അധികം കണ്ടിന്യൂസ് ആയിട്ട് ക്രൈം വരിക എന്ന് പറയുമ്പോൾ ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. സിനിമ ആലോചിച്ചൂടെ? ഒരു കേസ് കഴിഞ്ഞല്ലോ, അടുത്തത് എന്തായാലും ആലോചിച്ചു. അതെ, ഇതിൽ കുറെ വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് ഇപ്പൊ ഈ പറയുന്ന കേസുകളിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള എല്ലാ അതിജീവിതകളുടെയും ഇത് വായിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര എന്താ പറയാ ഞെട്ടലും വിഷമവും തോന്നുന്നുണ്ട്. മാത്രമല്ല അതൊരു പൊളിറ്റിക്കൽ സാധനം കൂടി ഉണ്ട്. അതെ അതെ, നല്ല ഹോപ്പ് ഉറപ്പായിട്ടും. അതെ, അപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞല്ല. പക്ഷെ എന്നാൽ പോലും ഈ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്ന സ്ത്രീകളും കൂടെ രംഗത്ത് വരുന്ന ഒരു ഘട്ടമാണ്. ഒരു ക്രൈം ചെയ്ത ഒരാള്, അല്ലെങ്കിൽ ഇതൊരു ക്രൈം ആണെന്ന് ഇപ്പോഴും മനസ്സിലാകാത്ത അല്ലെങ്കിൽ അംഗീകരിക്കാത്ത ആളുകൾ അതർ സൈഡിൽ നിൽക്കുന്നുണ്ട്. അപ്പം എങ്ങനെയാ രശ്മി ഇതൊക്കെ കാണുമ്പോൾ ഓക്കെ ഞാൻ ഈ പക്ഷത്ത് തന്നെ നിന്നാൽ എനിക്ക് കുഴപ്പമില്ല എന്ന് ചിന്തിക്കും? ഇപ്പൊ സിനിമയിലും നമ്മൾ കുറെ കാലങ്ങളായിട്ട് കാണുന്ന സിനിമയിലും ഇതുപോലെ സമാനമായ ക്രൈമുകൾ നടക്കുന്നു. ആ ഒരു ഫീൽഡിലേക്കാണ്, മീഡിയ ഫീൽഡിൽ നിന്ന് നേരെ സിനിമയിലേക്കാണ് പോകുന്നത്. ഇതെല്ലാം കാണുകയും അനലൈസ് ചെയ്യും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ എന്താണ് ഇത്തരം ക്രൈമുകൾക്ക് എന്താണ് ഇനി നമുക്കെന്തെങ്കിലും നമ്മളൊരു ഈ രംഗത്ത് നിൽക്കുന്ന ഒരാളെന്തെങ്കിലും ചെയ്യാനൊക്കെ തോന്നാറുണ്ടോ? അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മള് സ്ത്രീകൾ പ്രത്യേകിച്ച് ഒരു ക്രൈമാണെന്ന് മനസ്സിലാക്കാനുള്ള അറിവുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്ക് നേരെ ഒരു ക്രൈം വന്നു കഴിഞ്ഞാൽ ഓക്കെ അതെന്റെ തെറ്റുകൊണ്ടാണെന്നോ അങ്ങനെ ചിന്തിക്കാതെ അതൊരു ക്രൈമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത്, ആ ഒരു നിലപാട് നമുക്ക് ഉണ്ടാവുക എന്നുള്ളതും, പിന്നെ ഒരു ക്രൈം ആര് ചെയ്താലും അത് ഓപ്പൺ ആയിട്ട് അവരെ എതിർക്കാൻ നമുക്ക് പറ്റുക എന്നുള്ളതുമാണ്. ആ ഒരു നിലപാടിൽ നമുക്ക് അത് ഏത് ഫീൽഡാണെങ്കിലും അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഏതൊരു സാധാരണ മനുഷ്യനാണെങ്കിലും ഒരു ക്രൈം ചെയ്ത മനുഷ്യനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നു. ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നതേ ഓക്കെ ഒരു വ്യക്തി ഒരു ക്രൈമിലേക്ക് എത്തുമ്പോൾ എപ്പോഴും എല്ലാ സിനിമകളും സാധാരണ അതിനകത്തൊരു ബാക്ക് സ്റ്റോറി പറയും, ഫ്ലാഷ് ബാക്ക് എന്തെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ അതിലേക്ക് എത്തിച്ച ഒരു കഥ. അങ്ങനെ എന്തുകൊണ്ടാണ് ഒരു തോട്ട് വരാതിരുന്നത്? അല്ലെങ്കിൽ അങ്ങനെ വന്നിരുന്നോ അത് വേണ്ടാന്ന് വെച്ചതാണോ? അല്ല, നമ്മൾ തുടക്കം മുതലേ ഇവരൊരു ഏലിയൻ ക്യാരക്ടർ പോലെ തന്നെയാണ്. അവരുടെ മോട്ടീവ് എന്ന് പറയുന്നത് ആക്ച്വലി മണി മാത്രമാണ്. അവർക്കല്ലാതെ വേറെ ബാക്ക് സ്റ്റോറി, നമ്മൾ ഏതൊരു ക്രൈം ചെയ്യുന്ന അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രോഡ്സ് ചെയ്യുന്ന ആരാണെങ്കിലും അവരുടെ മോട്ടീവ് എന്ന് പറയുന്നത് മണിയാണ്, എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞാലും.
അല്ലേ? അപ്പോൾ അതുപോലൊരു സ്ത്രീയാണ് ഇവർക്ക് പൈസ കിട്ടാൻ വേണ്ടി മാത്രം ഇവർ തട്ടിപ്പ് നടത്തിയ ഒരു സ്ത്രീയാണ്. അപ്പൊ അതിന് കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട എന്നുള്ളത് നമ്മൾ തുടക്കം മുതലുള്ള ആലോചനയിൽ നമുക്ക് അവർക്ക് അങ്ങനെ ഒരു സ്റ്റോറി ആവശ്യമില്ല എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചു. അതിന്റെ ആവശ്യമില്ല, അത് നമ്മള് അതെ ന്യായീകരിക്കേണ്ട ആവശ്യമില്ല. അത് ക്രൈം ഇസ് ക്രൈം, അത് അങ്ങനെ തന്നെയായിരുന്നു നമ്മൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. അത് ആര് ചെയ്താലും ക്രൈം ആണല്ലോ. പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു സംഭവത്തെ സാധാരണ നമ്മൾ കാണുന്ന ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള, അപ്പൊ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ ഇങ്ങനെ ഒരു പോലീസ് സ്റ്റേഷനെ ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. പ്രത്യേകിച്ച് കണ്ണൂർ ഭാഗത്തൊന്നും ഈ പറയുന്ന കുടിയാമല സ്റ്റേഷൻ തന്നെ എടുക്കാം നമുക്ക്. കുടിയാമല സ്റ്റേഷൻ ഞാൻ കണ്ണൂരുകാരി ആയതുകൊണ്ട് എനിക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവം ആ സ്റ്റേഷനുകളിലൊന്നും കാണാൻ കഴിയില്ല. അപ്പൊ എങ്ങനെയാണ് ആ ഒരു തോട്ട് പോലീസിനെ എങ്ങനെ ആ രീതിയിൽ പ്ലേസ് ചെയ്യാൻ തോന്നുന്നത്? ആക്ച്വലി അങ്ങനത്തെ സ്റ്റേഷനുകൾ ഉണ്ട്. ഇപ്പൊ ഞങ്ങള് കുറച്ച് സ്റ്റേഷൻസ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പോയ 1-2 സ്റ്റേഷൻസിൽ ഈ പറഞ്ഞ പോലെ പച്ചക്കറി കൃഷിയുണ്ട്, അതൊക്കെ ഒരു സൈഡിലുണ്ടാവും. പക്ഷെ അതർവൈസ് ഈ സീരിയലുകൾ കാണുന്ന പോലീസ് സ്റ്റേഷൻ അങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളതാണ്. അങ്ങനത്തെ സ്റ്റേഷനുകൾ ഉണ്ട്. അവര് ക്രിക്കറ്റ് കളിക്കുന്ന പോലീസുകാര് നമ്മൾ നേരിട്ട് ഡയറക്റ്റ് നമ്മൾ വിസിറ്റ് ചെയ്ത പോലീസ് സ്റ്റേഷനിലൊക്കെ കണ്ടിട്ടുണ്ട്. അവരിങ്ങനെ 24/7 അങ്ങനെ കേസ് ഇതൊന്നുമല്ല, ഒരു സാധാരണ മനുഷ്യരാണല്ലോ. അവര് വീട്ടിലെ വിശേഷങ്ങൾ പറഞ്ഞിരിക്കുകയും സീരിയൽ കാണുകയും സിനിമ കാണുകയൊക്കെ ചെയ്യുന്ന സാധാരണ മനുഷ്യരായുള്ള പോലീസ് സ്റ്റേഷനുകളിൽ തന്നെയാണ് നമ്മൾ വിസിറ്റ് ചെയ്തതൊക്കെ. അപ്പൊ അങ്ങനെ പിന്നെ ഫെബിന്റെ അച്ഛൻ ഒരു പോലീസുകാരനായിരുന്നു. ഫെബിൻ അതുമായിട്ട് കണക്റ്റഡ് ആണ്. അതായത് ഫെബിൻ ആ ഒരു പോലീസ് കൾച്ചർ എന്താന്നുള്ളത് കൃത്യമായിട്ട് അറിയുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതൊക്കെ നമ്മൾ അതിൽ അതുപോലെ ഈ കുടിയാമല എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഈ കോട്ടയം ഭാഗത്തുനിന്ന് കൂടുതൽ ആളുകൾ കുടിയേറിയ ഒരു സ്ഥലമാണ്. അത് കണ്ണൂരിന്റെ ഒരു സ്ട്രക്ചറും ഇല്ല. അതായത് ബോൺ ആൻഡ് ബ്രോട്ടപ്പ് കണ്ണൂരുകാരുടെ സ്ലാങ്ങോ അല്ലെങ്കിൽ അവരുടെ രീതികളോ ഒന്നും അല്ല ആ മേഖലയിലുള്ള. അതൊന്നും അല്ലാത്ത ഒരു ഭാഷയാണ് അവിടെ കുടിയാമലയിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അത് അങ്ങനെ പർപ്പസ്ഫുള്ളി ചെയ്തതാണോ? പർപ്പസ്ഫുള്ളി ചെയ്ത് തന്നെയാണ്. അതായത് നമ്മൾ ചിന്തിച്ചത് ഈ പെൺകുട്ടി പല നാട്ടിൽ പല ആളുകളെ പറ്റിച്ച ഒരു പെൺകുട്ടിയാണല്ലോ. തെരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളൊക്കെ കുറച്ച് ഉള്ളിലേക്കുള്ള സ്ഥലങ്ങളാണ്. അങ്ങനെ അവർ തെരഞ്ഞെടുത്ത ഉള്ളിലേക്കുള്ള ഒരു സ്ഥലമായിരുന്നു കുടിയാൻമല. അപ്പൊ കുടിയാൻമലയിലുള്ള ആളുകൾ മിക്സഡ് ആയിട്ടുള്ള ഭാഷ സംസാരിക്കും. അപ്പോൾ അതിൽ വന്നുപോയ ആളുകളൊക്കെ അവരവരുടെ സ്വന്തം ഭാഷകളാണ് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഹരിച്ചേട്ടൻ പത്തനാപുരംകാരനാണ്, അവരവരുടെ ഭാഷയാണ്. ഇർഷാദ് തൃശ്ശൂരാണ് സംസാരിച്ചിരിക്കുന്നത്. അങ്ങനെ അവിടെ വന്നിരിക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സും അവരവരുടെ ഭാഷ തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. സുഭാഷ് നമുക്കൊരു കണ്ണൂർ സ്ലാങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ അങ്ങനെ ഒരു കണ്ണൂർ ജില്ലക്കാരനായിട്ട് തന്നെ പ്ലേസ് ചെയ്യാം എന്നുള്ള ചിന്തയിലാണ് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നത്. അല്ല, ഞാൻ കണ്ടപ്പോ എനിക്ക് സ്ഥലവുമായിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് പെട്ടെന്ന് ഈ സ്ലാങ് അല്ലല്ലോ കണ്ണൂരിന്റെ ഒരു സ്ലാങ് എന്നുള്ള ഇതുണ്ടല്ലോ, അവിടെ വേറെ തന്നെ ഒരു സ്ലാങ് ആണ്. അപ്പൊ അത് എങ്ങനെ വയനാട്ടുകാരിയാണോ? വയനാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു സിനിമാ തോട്ടൊക്കെ വയനാട്ടുകാരി ഇവിടെ വരെ വന്ന് സിനിമ ചെയ്യുക, കൊച്ചിയിലേക്ക് വരിക, പറിച്ചു നടുക. കുറെ നാളായിട്ട് കൊച്ചി തന്നെയാണ്. 6-7 കൊല്ലമായിട്ട് ഇവിടെ തന്നെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ വയനാട്ടില് ഒരുപാട് സിനിമാക്കാരുണ്ട്, ബേസിൽ തൊട്ട്. അതുപോലെ കുറെ പേര് ഇപ്പൊ വയനാട്ടിലുണ്ടല്ലോ. വയനാട് എല്ലാം കൊണ്ടും ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു നാടാണ്. പക്ഷെ ഹെൽത്ത് ആൻഡ് ട്രാവൽ ആ ഒരു സൗകര്യം മാത്രമാണ് നമ്മൾ ലാക്ക് ചെയ്യുന്നത്. ബാക്കി എല്ലാം കൊണ്ടും ലൊക്കേഷൻ കൂടുതലും വയനാടായിരുന്നു. നമ്മള് തിരുനെല്ലിയായിരുന്നു നമ്മളെ ലൊക്കേഷൻ. കൂടുതൽ അത് പ്രിഫർ ചെയ്യാൻ രശ്മിക്ക് അറിയുന്ന സ്ഥലമായതുകൊണ്ടാണ്. അല്ല, നമുക്ക് കുറച്ച് ഉള്ളിലേക്കുള്ള ഒരു സ്റ്റേഷൻ കിട്ടാന്നുള്ളതും പിന്നെ ആ സ്റ്റേഷന്റെ ഒരു സ്വഭാവം ഒക്കെ നമുക്ക് മാച്ച് ചെയ്ത് കിട്ടിയത് ആ സ്റ്റേഷനായിരുന്നു. അപ്പൊ തിരുനെല്ലിയാണ് നമ്മള് സ്റ്റേഷനാണത്. അല്ല, തിരുനെല്ലി സ്റ്റേഷനിൽ സെറ്റ് ഇട്ടതാണ്. അമ്പലത്തിന്റെ അടുത്ത് തന്നെ ഒരു ബിൽഡിംഗ്, അമ്പലത്തിന്റെ തന്നെ ഒരു ബിൽഡിംഗ് ആണത്. അവിടെ സെറ്റ് ഇട്ടതാണ്. പിന്നെ ബാക്കി പോർഷൻസ് മൈസൂർ നമ്മൾ ചെയ്തത്. ആ സോങ്ങും കാര്യങ്ങളും ആ ബാക്ക് സ്റ്റോറി ഒക്കെ കാണിക്കുന്ന മൈസൂരാണ്. നിഖില വിമൽ ഇതിനകത്ത് കുറേ കല്യാണ വേഷങ്ങൾ, ടോട്ടൽ എത്ര കല്യാണ വേഷങ്ങളുണ്ട് അതില്? എനിക്ക് തോന്നുന്നത് 11 ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അത്രയും ചെയ്തിട്ടുണ്ട്. പല കട്ട്സ് കാണിക്കാനൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. 11-12 വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ ചേഞ്ചസ് ആവുന്നതിന്റെ ഒരു അതൊക്കെ എങ്ങനെയായിരുന്നു? അത് നമ്മളുടെ കോസ്റ്റ്യൂം മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ് അവരത് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. നിഖില തന്നെ അവര് ഡ്രസ്സപ്പ് ചെയ്ത് ഇറങ്ങി വരുമ്പോ നമുക്ക് ഇങ്ങനെ ഇത് മാറിയില്ലോ എന്ന് തോന്നുമായിരുന്നു. ഇപ്പൊ മൈസൂര് കുറെ സാധനങ്ങളൊക്കെ ചെയ്തപ്പോ അതേപോലെ തന്നെ അവര് നല്ല രസമായിട്ട് റെഫറൻസ് എടുത്ത് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. നിഖിലയ്ക്ക് അത് ഇപ്പൊ സ്റ്റേഷനിൽ വന്നിട്ട് ഇവര് അറസ്റ്റ് ചെയ്യപ്പെട്ട ദിവസം മുതലുള്ള ആ ഷൂട്ടുകളിൽ നിഖില കുറച്ച്, അതായത് അവർക്ക് ഇങ്ങനെ ഫുൾ ടൈം ഇത്രയും ഓർണമെന്റ്സും സാരിയൊക്കെ ഇട്ട് നിൽക്കാന്ന് പറയുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ടായിരുന്നു. പിന്നെ അടുത്ത ദിവസമായാലും ഇത് സെയിം തന്നെയാണ് കോസ്റ്റ്യൂം. അപ്പൊ എല്ലാരും പണി കഴിഞ്ഞ് പോയാൽ ഇവർക്ക് ഇതൊക്കെ കഴിച്ച് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് പോകുമ്പോ ഒരു സമയം എടുക്കുമല്ലോ. കല്യാണ വേഷമാണല്ലോ ബേസിക്കലി. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട് അവരനുഭവിച്ചിട്ടുണ്ടാവും ഉറപ്പായിട്ടും. ഈ തുടക്കക്കാരി എന്ന നിലയിൽ എന്തൊക്കെ ബുദ്ധിമുട്ടാണ് നേരിട്ടത്? പറഞ്ഞ പോലെ നമുക്ക് മീറ്റിങ്ങുകൾ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ, പ്രൊഡക്ഷൻ റെഡി ആവാനുള്ള ബുദ്ധിമുട്ടുകൾ, നമ്മളെ ട്രസ്റ്റ് ചെയ്ത ആളുകൾ വരിക എന്നുള്ളത് അത് വേറൊരു ബുദ്ധിമുട്ട്. അത്തരം ബുദ്ധിമുട്ടുള്ള എല്ലാവരും അനുഭവിക്കുന്ന പോലെയുള്ള ക്രൈസിസുകൾ തന്നെ എനിക്ക് തോന്നുന്നു സിനിമയിൽ എത്തിപ്പെട്ടിട്ടുള്ള എല്ലാവരും ഈ പ്രശ്നങ്ങളിലൂടെ തന്നെ ആയിരിക്കും കടന്നു പോയിട്ടുണ്ടാവുക. ആ എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിട്ടുണ്ട്.
സിനിമാ നടിമാരുടെ രാഷ്ട്രീയമൊക്കെ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാളാണല്ലോ. അപ്പം അങ്ങനെയുള്ള ആളുകളെ എന്താ പറയാ ഭാവിയിലും അത്തരം ആളുകൾക്ക് പ്ലേസ് കൊടുക്കണം എന്നാണോ തീരുമാനിക്കുന്നത്? കംപ്ലീറ്റ് മാർക്കറ്റിംഗ് ഉള്ള ആളുകളെ ചിന്തിച്ചിട്ടാണോ സിനിമയിലേക്കൊക്കെ? അല്ല, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അതായത് രാഷ്ട്രീയമുള്ള ആളുകളെ മാത്രം വെച്ച് സിനിമ എടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ എല്ലാ മനുഷ്യർക്കും രാഷ്ട്രീയം ഉണ്ടാവണം എന്നാണ് ആഗ്രഹം. പക്ഷെ നമ്മളുടെ പ്രൊഫഷനിൽ നമുക്കത് മിക്സപ്പ് ചെയ്യാൻ പറ്റില്ല. എങ്കിൽ പോലും എല്ലാത്തരം സിനിമകളും എടുക്കണം എന്നുള്ളതും എല്ലാത്തരം സിനിമകളും എഴുതണം എന്നുള്ളതൊക്കെയാണ് ആഗ്രഹം. ഞാനും വളർന്നു വരികയാണ്. നെക്സ്റ്റ് പ്രോജക്റ്റ് എന്താണ്? ഫാമിലി ഡ്രാമയാണ്. എഴുത്ത് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിന്റെ മീറ്റിങ്ങുകളും പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കൃത്യമായി ഒന്നും പറയാനായിട്ടില്ല. പക്ഷെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ കഥകൾ ഇങ്ങനെ വേറെ ആളുകളൊക്കെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണോ ഉറപ്പായിട്ടും എനിക്ക് ഭയങ്കര ലൈൻ കിട്ടിയിട്ടാണോ? ഇങ്ങനെ ഞാൻ കുറെ വൺ ലൈനുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മളുടെ ഒരു നല്ല സുഹൃത്തുക്കളുണ്ട് നമുക്ക്. പൊന്നമ്പിളി, അഭിജിത്ത്, മനോജ്, സരിൻ, അങ്ങനെ ആ ഒരു ഗ്യാങ് തന്നെയാണ്. അപ്പൊ അവരിട്ട് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ എല്ലാവരും സ്ട്രോങ് ആയിട്ട് സിനിമയിലേക്ക് എത്താനും സിനിമ ഡിസ്കസ് ചെയ്യും. ഞങ്ങളുടെ ഏറ്റവും വലിയ ചർച്ചകളൊക്കെ സിനിമ തന്നെയാണ്. സിനിമ എപ്പോഴും സിനിമയെ കുറിച്ചാണ് തോന്നല്ലേ നിങ്ങൾക്കിടയിൽ? അതെ, ഞങ്ങള് സിനിമയും രാഷ്ട്രീയമാണ് ഞങ്ങളുടെ സംസാരം ഉണ്ടാവുക. ഒരു ജേർണലിസം തന്നെയാണോ പഠിച്ചത് അതോ? ഞാൻ ജേർണലിസം, മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം PG ചെയ്തതാണ്. ഞാൻ സാഫിയിലാണ് ചെയ്തത്. സാഫി ഇൻസ്റ്റിറ്റ്യൂട്ട് എനിക്ക് തോന്നുന്നു അറിയാമായിരിക്കാം. സക്കറിയ, മുഹഷിൻ പോലെ കുറെ സിനിമാക്കാര് അവിടെ നിന്ന് ഒരുപാട് സിനിമകൾ വന്നു. അതിൽ ഏറ്റവും അവസാനം വന്നത് ചിലപ്പോൾ ഞാനായിരിക്കും. അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. നമ്മളെ സിനിമ കാണാൻ പഠിപ്പിച്ചത് ശരിക്കും സാഫിയാണ്. അവിടെ നിന്നാണ് കുറെ ഇന്റർനാഷണൽ സിനിമകൾ കാണുന്നത്. അവിടുത്തെ നല്ല ടീച്ചേഴ്സ്, ഇപ്പം നൗഷാദ് സാർ, നസ്രുള്ള സാർ, ജംഷിദ് സാർ, അങ്ങനെ നല്ല കുറെ ടീച്ചേഴ്സ്. ചെറുപ്പത്തിലിങ്ങനെ സിനിമയോട് ഇങ്ങനെ കണക്റ്റഡ് ആയി നിൽക്കണം, ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കണം എന്നുള്ളൊരു? ഇല്ല, മീഡിയ തന്നെയായിരുന്നു എന്റെ ആഗ്രഹമൊക്കെ. പക്ഷെ എന്റെ ഈ സൗഹൃദങ്ങളാണ് എന്നെ സിനിമയിലേക്ക് എത്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ ലോക സിനിമ എത്രയും വൈഡാണെന്ന് അറിയുകയും അത്രയും സിനിമകൾ കാണുകയും അതിനെപ്പറ്റി ചിന്തിക്കുകയും കൂടുതൽ സംസാരിക്കുകയും. ഞാനൊരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു, വേൾഡ് ഓഫ് സിനിമ ഡയറക്ടേഴ്സ് ആൻഡ് മൂവീസ്. വിധു ചേച്ചിയായിരുന്നു അതിന്റെ ആങ്കർ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് റിസർച്ചിന്റെ ഭാഗമായിട്ട് ആ സമയത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ സിനിമ പഠിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അതൊക്കെ സിനിമ ആ പ്രോഗ്രാം ചെയ്ത് രണ്ടുപേരും ഇപ്പൊ സിനിമയിലുണ്ട്. അതെ, വിധു ചേച്ചി ആദ്യം തന്നെ എത്തി. വിധു ചേച്ചി വലിയൊരു അടയാളപ്പെടുത്തൽ WCC വഴി ഓൾറെഡി ചെയ്തു. ഈ ഒരു പ്രൊജക്റ്റ് ആണോ അതോ കുറെ? വിധു ചേച്ചിയോട് സംസാരിക്കുമ്പോൾ എനിക്ക് എന്റെ കയ്യിൽ ഒരു 5-10 സിനിമകളുണ്ട് അതിരെ. ഞാനിപ്പോ ഒരു 4-5 സിനിമയുടെ വൺ ലൈൻ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. ആൻഡ് കംപ്ലീറ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ഒന്നാണ്. ഒരെണ്ണം ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. അത് എനിക്കൊന്നും എത്തിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഒരെണ്ണം ഓൾറെഡി കഴിഞ്ഞു. അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ ഫാമിലി ഡ്രാമ. നെക്സ്റ്റ് അതാണ് ചെയ്യണമെന്ന് വിചാരിക്കും. എല്ലാവരും ഫണ്ണി എലമെന്റ്സ് ഉണ്ടോ അതോ? ഇല്ല, എന്റെ ഒരു ഏരിയ ആക്ച്വലി സീരിയസ് ആയിട്ടുള്ള ഒരു ഞാൻ കുറച്ചുകൂടെ ഇപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഇപ്പൊ കുമ്പളങ്ങി നൈറ്റ്സ് പോലെ, മഹേഷിന്റെ പ്രതികാരം പോലെ, ഉത്തരം പോലെയുള്ള സിനിമകളാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതെ, അങ്ങനെ ഫണ്ണെന്നല്ല, കുറച്ചുകൂടെ ഞാൻ കാണാൻ ഇഷ്ടപ്പെടുന്ന സിനിമകൾ പറയണം എന്നാണ് എന്റെ ആഗ്രഹം. പക്ഷെ അങ്ങനെയല്ല ശരിക്കും. ശരിയാണ്, കറക്റ്റാണ്. പക്ഷെ ഞാനും വളരെയാണല്ലോ. ചിലപ്പം ആ ഒരു ലേണിംഗ് പ്രോസസ്സിന്റെ ഭാഗമായിട്ട് നാളെ ചിലപ്പോൾ മാറുമായിരിക്കാം. പക്ഷെ ഇപ്പൊ ഞാൻ ഇന്ന് സിനിമയിലെ കുട്ടി ഇപ്പൊ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ കാണാൻ ഇഷ്ടപ്പെടുന്ന സിനിമകളാണ്. അപ്പൊ അങ്ങനെയാണ് ഒരുപാട് ആഗ്രഹം. ഇത് മാത്രം എടുത്ത് മാത്രമായിട്ട് ഇനി പോകാനാണോ തീരുമാനിച്ചത്? സോഫാർ എനിക്ക് പ്രത്യേകിച്ച് ഞാൻ വിചാരിക്കുന്നത് ഭാവിയിൽ എപ്പോഴെങ്കിലും ഒരു സംവിധാന മോഹമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു മോഹം ഇല്ല ഇപ്പൊ തൽക്കാലം. ഞാൻ പറഞ്ഞ ഈ എഴുത്തിലെ ആ പ്രോസസ്സ് ഭയങ്കര രസമായിട്ട് ഞാൻ എൻജോയ് ചെയ്യാൻ തുടങ്ങി. നമ്മള് മനസ്സിലാലോചിക്കുന്ന ഒരു ക്യാരക്ടറിനെ ജീവൻ വെച്ച് കാണുക, സ്ക്രീനിൽ കാണുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അത് ഞാൻ എൻജോയ് ചെയ്തു. അതിങ്ങനെ എഴുതുന്നൊക്കെ എപ്പോഴാണ്? മീൻസ് അതിനൊരു ടൈം ഷെഡ്യൂളോ അങ്ങനെയൊക്കെ ഉണ്ടോ? ഇല്ല, എനിക്ക് തോന്നുമ്പോ എഴുതുന്ന ഒരാളാണ് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടല്ലാതെ അതിന്റെ കൂടെ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ OCD ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ വീടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. ഈ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് ആക്ച്വലി ഞാൻ എന്റെ എഴുത്തുകളും പരിപാടികളൊക്കെ. അതിനങ്ങനെ സമയമൊന്നുമില്ല. മിക്കപ്പോഴും ഈവനിങ് ടൈമാണ് ഞാൻ ഏറ്റവും കൂടുതൽ അതിന് സ്പെൻഡ് ചെയ്യാറ്. പിന്നെ ഡേ ടൈം അങ്ങനെ സമയം കിട്ടുന്നത് പോലെ. കാരണം നമുക്കറിയാം ഒരു സ്ക്രിപ്റ്റ് എഴുതുക എന്ന് പറയുന്നത് ഒരു ഇപ്പൊ ചാനലാണ് നമുക്ക് ഒരു സാധനം ഷെഡ്യൂൾ ചെയ്ത് വെച്ചതിനകത്തൊക്കെയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഇത് നമ്മുടെ ഉള്ളിൽ ഒരു ഷെഡ്യൂൾ ടൈമോ അങ്ങനെ ഒന്നും ഇല്ലല്ലോ. അതിപ്പോ എങ്ങനെ ഒരു സ്ത്രീ എന്ന നിലയിൽ കുറച്ചും കൂടി ടഫ് ആയിരിക്കും എനിക്ക് തോന്നുന്നിപ്പം. എന്റെ കൂടെ ജീവിക്കുന്ന സരിൻ, എന്റെ പാർട്ണർ, ആളും സിനിമയിൽ തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. എന്റെ ഏറ്റവും വലിയ സപ്പോർട്ടും സരിനാണ്. അപ്പൊ സരിനാണ് എന്നെ ഇങ്ങനെ മോട്ടിവേറ്റ്. നീ ഈ പണികളല്ല ചെയ്യേണ്ടത്, നീ എഴുതാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് എന്നെ മാറ്റുന്നത് സരിനാണ്. അപ്പൊ ആ ഒരു സപ്പോർട്ട് തന്നെയാണ് എനിക്ക്
അത് ബാക്കി എന്ത് ചെയ്തില്ലെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുക, ക്ലീൻ ചെയ്തതൊക്കെ എൻ്റെ പ്രയോറിറ്റി ആണെങ്കിൽ ഇതൊന്നും അല്ല ചെയ്യേണ്ടത്, ഇതിൻ്റെ അപ്പുറത്തേക്ക് നീ ചെയ്യേണ്ട പണി ഇതാണെന്ന് എന്നെ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സാറിനാണ്. അപ്പോൾ ആ ഒരു സപ്പോർട്ടിനുള്ളതുകൊണ്ട് എനിക്ക് അത്ര ഞാൻ പ്രിവിലേജ്ഡ് ആണ് ആക്ച്വലി ആ ഒരു കാര്യത്തിൽ. മറ്റേ എനിക്ക് ഒരുപാട് സ്ത്രീകൾ അങ്ങനെ ബുദ്ധിമുട്ടുന്നുണ്ടാവും. എല്ലാവർക്കും ഇപ്പം എന്നെ നന്നായി എഴുതുന്ന സ്ത്രീകൾ ഒരുപാട് പേരുണ്ട്, പക്ഷെ എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റാത്തത് അവരുടെ റെസ്പോൺസിബിലിറ്റി ചുറ്റുള്ളത് കൊണ്ടായിരിക്കാം. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ കാര്യത്തിൽ ഭയങ്കര ലക്കിയാണ്. അപ്പൊ താങ്ക് യു. ഇനി സിനിമകൾ കൂടെ താങ്ക് യു സോ മച്ച്.